പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പുലർച്ചെ നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടും ഡെബിയുടെ നെഞ്ചിൽ കിടന്ന് സുഖനിദ്രയിലായിരുന്ന മിത്ര ഈർഷ്യയോടെ കണ്ണു തുറന്ന് കൈയെത്തിച്ച് ജനൽവാതിലിന്റെ സൈഡിൽ വെച്ച് ഡെബിയുടെ ഫോൺ എടുത്ത് അലാറം ഓഫ് ചെയ്ത് കിടന്നു. ദേവ എണീറ്റേ, സമയം 4 കഴിഞ്ഞു. ഡെബി മിത്രയെ മാറ്റിക്കിട്ടാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ എണീക്കണ്ട, കുറച്ച് സമയം കൂടി ഉറങ്ങാം. ഇച്ചാന് വയ്യാത്തതല്ലേ, കുറച്ചു നേരം കൂടി കിടന്നേ. മിത്ര ഒന്നുകൂടെ ചുരുണ്ടുകൂടി കിടന്നുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, മുറിവ് നല്ല ഭേദമുണ്ട്, നീ എണീറ്റ് മാറി. ഡേവിഡ് മിത്രയെ മാറ്റി കിടത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കഷ്ടമുണ്ട് ചായ, 4 മണി ആയതല്ലേ ഉള്ളൂ. പാവം, അവർ ഉറങ്ങിക്കോട്ടെ, ഇന്നലത്തെ യാത്രാക്ഷീണമൊക്കെ ഉണ്ടാകും, അത് തീർത്തിട്ട് പഠിക്കാൻ എത്തിയാൽ മതി. മിത്ര ഡെബിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. യാത്രാക്ഷീണൊക്കെ ഇത്രയും തീർന്നാൽ മതി, ഇല്ലെങ്കിലേ അവന്മാർ പഠനത്തിൽ ഉഴപ്പും. എക്സാം എടുത്തിട്ടും രണ്ടാൾക്കും ഒരു ചൂടുമില്ല. ഡെബി അതും പറഞ്ഞ് എണീക്കാൻ നിന്നും മിത്ര അതിനെ അനുവദിക്കാതെ ഡെബിയുടെ നെഞ്ചിൽ കയറി കിടന്ന് അവനെ വരിഞ്ഞു മുറുക്കി. ഈച്ചാനെ ഞാൻ വിടില്ല, ആ പാവങ്ങൾ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ. മിത്ര ഡെബിയെ വിടാതെ വരിഞ്ഞു മുറുക്കി അവനെ നെഞ്ചിലും മൂക്കിട്ട് ഉരസിക്കൊണ്ട് പറഞ്ഞതും ഡെബി മിത്രയും കൊണ്ടൊന്നും മറിഞ്ഞു. വിടില്ലേ ദേവ നീ എന്നെ? മിത്രയുടെ മുകളിലായി കൈകുത്തി അവളിലേക്ക് ഭാരം കൊടുക്കാതെ ഡെബി ചോദിച്ചു. മിത്ര ഡേവിഡിനെ കൂടുതൽ അതിലേക്ക് ചേർത്ത് പിടിച്ച് അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ഇല്ലെന്ന് തലയാട്ടിയതും എടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങിയതും മിത്ര ഡേവിഡിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവന് വിധിയായി കിടന്നു. ഡെവിയുടെ കൈകൾ മിത്രയിൽ മുറുകിയതും മിത്രയുടെ സിൽക്കാരത്തോടെ ഉയർന്നു പോന്തി ഡേവിഡിനെ കൂടുതൽ അള്ളിപ്പിടിച്ചു. ഇനി പോട്ടെ ദേവ. ശ്വാസം കിട്ടാതെ മിത്ര പടിഞ്ഞതും ദേവി അവളുടെ അതരങ്ങളെ മോചിപ്പിച്ച് മിത്രയുടെ ചെവി തുമ്പ് കടിച്ചു വിട്ടുകൊണ്ട് ചോദിച്ചതും മിത്ര കൂമ്പിയടഞ്ഞ മിഴികൾ വലിച്ചു തുറന്ന് ഡെവിയെ നോക്കി. വേണ്ട. ഡെബിയുടെ കവിളിൽ ചെറുതായി പല്ലുകളായതുകൊണ്ട് മിത്ര പറഞ്ഞു. അത് വേണ്ട, ഇനി ഇങ്ങനെ കിടന്നാലേ ഞാൻ പിടിവിട്ട് വല്ലതും ചെയ്തു പോകും. അപ്പം എൻ്റെ കൊച്ചിന് തന്നെയാകും ബുദ്ധിമുട്ടാകുക. ഡെബി മിത്രയിൽ നിന്ന് മടന്നു മാറിക്കൊണ്ട് പറഞ്ഞു. സാരല്ല, ഞാൻ സഹായിച്ചോളാം. മിത്ര ഡേവിഡിനെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് ദേവ. ഏത്? എനിക്ക് പൂർണ്ണമായും നിശ്ചായൻ്റെ മാത്രമാവുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഡേവിഡിന്റെ ഇരു കവിളിലും മാറി മാറി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് മിത്ര പറഞ്ഞതും ഡെബി വിടർന്ന കണ്ണോടെ മിത്രയെ നോക്കിയതും അവൾ നാണത്തോടെ ഡെബിയെ നോക്കി മിഴികൾ ചിമ്മിയടിച്ചു. മിത്രയുടെ മുഖഭാവം കണ്ടതും ഡേവിഡ് ചിരിയോടെ അതിലേറെ പ്രണയത്തോടെ അവളുടെ ഇരു കണ്ണിലും മാറി മാറി ചുംബിച്ചു. പതിയെ ഡെബിയുടെ ചുണ്ടുകൾ മിത്രയുടെ മുഖമാകെ മുദ്രാൻ ചാത്തി തൊണ്ടക്കുഴിയിലെത്തി അവൾ അമർത്തി ചുംബിച്ചു. ഒപ്പം ഡെബിയുടെ കരങ്ങൾ അവളുടെ മാറിൽ മുറുകിയതും ആർദ്രനാഥത്തോടൊന്ന് പിടഞ്ഞ് മിത്ര ഡെബിയെ കൂടുതൽ തന്നിലേക്ക് അമർത്തി പിടിച്ചു.
കൊടുക്കാൻ ദേവി തളർച്ചയോടെ മിത്രയുടെ മാറിലേക്ക് മുഖം വീഴ്ത്തി. അവളുടെ നെഞ്ചിൽ പറ്റി കിടക്കുന്ന മിന്നിലും അതിനോടൊപ്പം കോർത്തിട്ടിരിക്കുന്ന ആലത്താരിയിലും പടങ്ങാത്ത ഇഷ്ടത്തോടെ അമർത്തി ചുംബിച്ച് അവളുടെ മാറിലേക്ക് മുഖം വീഴ്ത്തി കിടന്നതും തളർച്ചയിലും പ്രണയത്തോടെ അതിലേറെ കരുതലോടെ അവളും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണുകളടക്കുമ്പോൾ ഇരുവരുടെയും ചുണ്ടിലും എല്ലാം കൊണ്ടും ഒന്നായ ആത്മസംതൃപ്തിയുടെ ചിരി വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും കിതപ്പം നടങ്ങിയതും ദേവി മിത്രയിൽ നിന്ന് മടന്നു മാറി ബെഡിലേക്ക് കിടന്ന് മിത്രയെ എടുത്ത് നെഞ്ചിലേക്ക് കിടത്തി. ക്ഷീണിച്ചു ദേവ? മിത്രയുടെ നെറ്റിലേക്ക് വീണ് കിടന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് ദേവി ചോദിച്ചതും മിത്രയൊന്ന് മൂളിക്കൊണ്ട് അവന് നെഞ്ചിൽ പതുങ്ങി കിടന്നു. സോറി കൊച്ചേ, നിന്നിങ്ങനെ കണ്ടപ്പോ എൻ്റെ കൺട്രോൾ വിട്ടുപോയി. മിത്രയുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് ദേവി പറഞ്ഞതും മിത്ര ചുവന്ന മുഖം അവന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. കർത്താവേ! പെട്ടെന്ന് ദേവിയുടെ നെഞ്ചിൽ കൈവച്ചുള്ള വിളി കേട്ട് മിത്ര സംശയത്തിൽ മുഖം ഉയർത്തി നോക്കി. എന്നെ തെച്ചായ? മിത്ര ദേവിയെ നോക്കി സംശയത്തിൽ ചോദിച്ചു. നീ എണീറ്റ്, സമയം 10 കഴിഞ്ഞു. അയ്യോ, വൈകിയോ? ദേവി പറഞ്ഞത് കേട്ട് നെഞ്ചിൽ നിന്ന് മൂർന്നു പോകാനാഞ്ഞ പുതപ്പ് ചേർത്ത് പിടിച്ച് ബെഡിൽ എണീറ്റിരുന്ന് ഞെട്ടിലോട് ചോദിച്ചു. ദാ വേഗട്ടോ. ദേവി അവളുടെ ഡ്രസ്സ് എടുത്ത് കൊടുത്തതും മിത്ര വേഗം അതെല്ലാം ഇട്ട് അപ്പോഴേക്കും ദേവിയും ഡ്രസ്സെല്ലാം അണിഞ്ഞതും കുളിച്ചു മാറ്റിയിടാനുള്ള ഡ്രസ്സും എടുത്ത് ഇരുവരും താഴേക്ക് പോയി. പയ്യ സ്റ്റെപ്പ് ഇറങ്ങുന്നവളെ കണ്ടതും ദേവി മിത്രയെ കയ്യിൽ കോരിയെടുത്ത് താഴേക്ക് നടന്നു. ഞാൻ നടന്നോളിച്ചായ, മിത്ര ദേവിയുടെ കയ്യിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. എന്നതിനാ, എനിക്ക് നിന്നെ പൊക്കാനൊക്കെ കഴിയും. ദേവി പറഞ്ഞത് കേട്ടതും മിത്ര പിന്നെ ഒന്നും പറയാതെ അവന്റെ തോളിലൂടെ കൈയിട്ട് നിന്നു. നേരം വൈകിയത് കൊണ്ട് തന്നെ മടിയോടെയാണ് ഇരുവരും താഴേക്ക് പോയത്. ആരും എണീറ്റില്ലെന്ന് കണ്ടതും ഇരുവർക്കും നേരിയ ആശ്വാസം തോന്നി. ഡേവിഡ് കുളിക്കാൻ കയറിയതും മിത്ര പല്ല് തേച്ച് മുഖം കഴുകി സോപ്പ് പൊടി ഇട്ട് വെച്ചിരുന്ന എല്ലാവരുടെയും ഡ്രസ്സ് അലക്കാൻ തുടങ്ങുമ്പോഴാണ് ഡാനി ഉറക്കം വേണ്ടിയിട്ട് വരുന്നത്. ചേട്ടത്തി, ഞാൻ സഹായിക്കാം. മിത്ര അലക്കുന്നത് കണ്ട് വേഗം അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഡാനി പറഞ്ഞു. വേണ്ടട, ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാനും കൂടാം. അത് പറഞ്ഞ് ഡാനി മിത്ര അലക്കി വെക്കുന്ന തുണികളെല്ലാം നല്ല വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ആയലിൽ കൊണ്ടുപോയി വിരിച്ചിടുമ്പോഴാണ് ഡെവി കുളി കഴിഞ്ഞ് തോർത്തിക്കൊണ്ട് ഇറങ്ങി വരുന്നത്. ചേട്ടായി, ഇന്ന് എന്നെ പറ്റി യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയോ? പതിവിന് വിരുദ്ധമായി വൈകി എണീറ്റ് വന്ന ഡെവിയെ നോക്കി ഡാനി ചോദിച്ചതും ഞാൻ ഈ നാട്ടുകാരെ അല്ലെന്ന രീതിയിൽ തുണി അലക്കുന്ന മിത്രയെ നോക്കി അതേ എന്ന രീതിയിൽ മൂളി ഡെവി ഉള്ളിലേക്ക് പോയി. അലക്കി കഴിഞ്ഞ് മിത്ര കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡെവിയും ഡാനിയും കൂടി രാവിലത്തേക്കുള്ളത് ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പച്ചാ? വേദനയുണ്ടോ? ആളിലിരുന്ന് പത്രം വായിക്കുന്ന ഐസക്കിന് അടുത്ത് വന്നിരുന്നു കൊണ്ട് മിത്ര ചോദിച്ചു. ആ, കുറച്ച് കുറവുണ്ട് കുച്ചേ. ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ നിന്നാ. ഇന്ന് തിരക്കുള്ള ദിവസമല്ലേ, അതാ. പക്ഷെ ഇവന്മാര് സമ്മതിക്കേണ്ടേ? ഐസക്ക് നെവീർപ്പോടെ പറഞ്ഞത് കേട്ട് മിത്ര അപ്പച്ചനെ കൂർപ്പിച്ച് നോക്കി. ഇതൊക്കെ ശരിക്കും മാറിയിട്ട് പോയാൽ മതി. ഓ, മിത്ര കൂടെ പറഞ്ഞതും ഐസക്ക് ഇഷ്ടമില്ലാതെ ചുണ്ട് കൂട്ടി. അല്ല, കുഞ്ഞുണ്ണെവിടെ? അവനെ എണീറ്റില്ല, ഉറക്കം തന്നെയാ. ഐസക്ക് പത്രത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ എണീച്ചിട്ട് വരാമേ. അത് പറഞ്ഞ് മിത്ര അവിടുന്ന് എണീറ്റ് റൂമിലേക്ക് പോയി. രാവിലെ എണീറ്റ് ഒരു കള്ളക്കുളിയും പാസ്സാക്കി താഴേക്ക് പോയി. ആ മോളെ എണീറ്റോ? ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. കാപ്പിട്ട് വെച്ചിട്ടുണ്ട് കിച്ചണിൽ, കുടിക്കണേ. അതും പറഞ്ഞ് ധ്യാനിന്റെ അമ്മയും സൂര്യയുടെ അമ്മയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയതും രാധ കിച്ചണിലേക്ക് പോയതും കാണുന്നത് എല്ലാവർക്കുമുള്ള ചായ കപ്പിലേക്ക് പകർന്ന അവിടുത്തെ ജോലിക്കാരിയാണ്. മോൾക്ക് ചായ വേണ്ടേ? അവളെ കടന്നും അവർ സംശയത്തിൽ ചോദിച്ചതും രാധു അതേ രീതിയിൽ തലയാട്ടിയതും അവൾ ട്രെയിൽ നിന്നൊരു കപ്പെടുത്ത് രാധുവിന് കൊടുത്തു. ഇതാർക്കാ? വേറൊരു കപ്പിൽ ലെമൺ ടീ ഉണ്ടാക്കി വെച്ചത് കണ്ട് രാധു ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു. സത്യക്കാണ്, ജോഗം കഴിഞ്ഞ് വന്ന ലെമൺ ടീ നിർബന്ധം അവന്. അതും പറഞ്ഞ് അവർ കരി പിടിച്ച പാത്രങ്ങൾ കഴുകാനായി അതെല്ലാം എടുത്ത് പുറത്തേക്ക് പോയതും രാധ ചായ എല്ലാം കുടിച്ച് കപ്പഴുകി വെക്കുമ്പോഴാണ് ഹാളിൽ നിന്ന് സത്യയുടെ ശബ്ദം കേട്ടത്. ആദ്യം അവനുള്ളത് കൊണ്ടു കൊടുക്കണമെന്ന സംശയത്തിൽ രാധ നിന്നെങ്കിലും പിന്നെ വേഗം സത്യക്കുള്ള ടീ കപ്പ് കയ്യിലെടുത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അതിൽ ബിംബം കലക്കി സ്മെല്ല് കിട്ടാതിരിക്കാൻ നേലൊക്കെ തപ്പി തിരഞ്ഞെടുത്ത് പൊടിച്ച് ലെമൺ ടീയിൽ ചേർത്തു. ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ സത്യക്ക് അടുത്തേക്ക് ചെന്നു. ഇന്ന് എടുത്തിയാണ് ടീ ഉണ്ടാക്കിയത്? തനിക്ക് നേരെ നീട്ടിയ കപ്പ് വാങ്ങി സത്യ രാധുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, അത്രമാത്രം പറഞ്ഞ് രാധു വേഗം കിച്ചണിലേക്ക് പോയി വാതിലിന്റെ പിറകിൽ പോയി ഒളിച്ചു നിന്നു. ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് സത്യ ടീ മുഴുവൻ കുടിച്ചത് കണ്ട് രാധവിന്റെ ചുണ്ടിൽ വിജയത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞതും അസ്വസ്ഥതയോടെ സത്യ വയറും തടവ് റൂമിലേക്ക് പോകുന്നത് കണ്ട് രാധ വേഗം വീടിന്റെ പിന്നിലേക്ക് പോയി വെള്ളം ടാങ്കിൽ നിന്നും പോകുന്ന വാൽവ് കണ്ടുപിടിച്ചത് അടച്ചു.
സത്യക്കെട്ട് ചെറുതാണെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിൽ ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി അകത്തേക്ക് പോയി. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. പാവം സത്യ ഒന്നിനു പിറകെ ഒന്നൊന്നായി പണി കിട്ടി ചെക്കൻ ഊപ്പാട് ഇളുകിയ അവസ്ഥയാണ്. പണി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ രാധവിന് തീരെ കണ്ണിൽ ചോരയില്ല. ധ്യാൻ ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിലും രാധവിനോട് പോയി ചോദിച്ചാൽ ഇനി അവൾ തനിക്കിട്ട് പണിയൊന്ന് പേടിയിൽ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു നിന്നു. കല്യാണം കഴിഞ്ഞത് കൊണ്ട് തന്നെ അവർ ബന്ധുവീടുകളിലേക്ക് സൽക്കാരത്തിന് വിളിച്ചുവെങ്കിലും രാധ വരില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. രാത്രി റൂമിലേക്ക് വന്ന ധ്യാൻ കാണുന്നത് ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന രാധവിനെയാണ്. നീ ഇതെങ്ങോട്ട് പോവാ? കാര്യം പറയാതെ ധ്യാൻ അവളോട് ചോദിച്ചു. അതിൻ്റെ അതാ ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. രാധവിൻ്റെ അടുത്ത് നിന്നും മറുപടി ഒന്നും കിട്ടാതെ വന്നതും ധ്യാൻ ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. നാളത്തോടെ എൻ്റെ ലീവ് തീർന്നു, ഞാൻ തിരിച്ചു പോവുക. രാധ ധ്യാനെ നോക്കാതെ ബാഗിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. മോളെ ഇതും കൂടെ അതിലേക്ക് വെച്ചേരേ. ധ്യാൻ എന്തോ പറയാൻ വന്നപ്പോഴാണ് ധ്യാനിൻ്റെ അമ്മ കുറച്ച് സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് വന്നത്. ഇതൊക്കെ എന്താ? രാധയുടെ കയ്യിലുള്ളത് കണ്ട് സംശയത്തിൽ ചോദിച്ചു. ഇത് അച്ചാറും കുറച്ച് പലഹാരങ്ങളോ, അവിടത്തെ കഴിക്കാലോ. കയ്യിലെടുത്ത് ബാഗിലേക്ക് വെച്ചുകൊണ്ട് ധ്യാനിൻ്റെ അമ്മ പറഞ്ഞതും രാധ ശരിയെന്ന രീതിയിൽ തലയാട്ടി എല്ലാം ബാഗിലേക്ക് എടുത്തു വെച്ചു. ഓഹോ, അവ പോകുന്ന കാര്യം ഞാൻ മാത്രമേ അറിയാത്തുള്ളൂ അല്ലേ? അമ്മ റൂമിൽ നിന്ന് പോയതും ധ്യാൻ രാധവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അതിലൊന്ന് കനത്തിൽ മൂളി രാധ താഴേക്ക് പോയി. പെണ്ണുങ്ങളായ എത്രയും ജാട പാടില്ല പുല്ല്. ഇനിയിപ്പോൾ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ധ്യാൻ സ്വയം അതും പറഞ്ഞ് ഷെൽഫിൽ നിന്നും ബാഗും എടുത്ത് അതിലേക്ക് അവൻ്റെ ഡ്രസ്സുകളും മറ്റും കുത്തി നിറച്ചു. ഏട്ടാ, നിങ്ങൾ നാളെ പോകണോ? കെട്ടിയെ എടുത്ത് കൈ മുഴിഞ്ഞുകൊണ്ട് ബാഗ് പാക്ക് ചെയ്യുന്ന ധ്യാനരികിലായി വന്നുകൊണ്ട് സത്യ ചോദിച്ചു. ആ അതെ, ധ്യാൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന എത്ര ഇവിടുന്ന് കേട്ടോ? ധ്യാൻ പറഞ്ഞത് കേട്ട് സത്യ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ നീ പറഞ്ഞേ? സത്യ പറഞ്ഞത് ശരിക്കും കേൾക്കാത്തത് കൊണ്ട് ധ്യാൻ ചോദിച്ചു. എത്ര ഇവിടുന്ന ദിവസങ്ങൾ പോകുന്നെന്ന് പറഞ്ഞതാ. സത്യ വേഗം വായിൽ വന്ന കള്ളം തട്ടിവിട്ടു. സത്യ പറഞ്ഞത് കേട്ട് ധ്യാൻ അമർത്തി മൂളിയതും ഇനിയും ഇവിടുന്ന് ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയ സത്യ പതിയെ അവിടെ സ്ഥലം കാര്യാക്കി. പിറ്റേന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞതും ഇരുവരും പോകാൻ വേണ്ടി റെഡിയായിരുന്നു. ബാഗ് ഞാനെടുത്ത് കാറി വെച്ചോളാം. ഒരുങ്ങിയിറങ്ങിയതും രാധവിൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഗൗരവത്തിൽ അത്രമാത്രം പറഞ്ഞ് രാധ പുറത്തേക്ക് പോയി. ഏട്ടത്തി, ദിയ രാധവിൻ്റെ അടുത്തേക്ക് വന്ന് വിളിച്ചതും രാധ എന്ന രീതിയിൽ അവളെ നോക്കി. ഇറങ്ങാനായോ? ദിയയുടെ ചോദ്യത്തിനായി രാധ ഒന്ന് മൂളി. ഇനിയെങ്കിലും എന്നോട് ക്ഷമിച്ചൂടെ? ദിയ വിഷമത്തിൽ രാധവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് അത്ര പെട്ടെന്ന് ആരോട് ക്ഷമിക്കാനാകത്തില്ല. ദിയയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് രാധ പോയതും ദിയ വിഷമത്തോടെ നിന്നു. പോട്ടെ, സാരല്ല, അവളധികം വൈകാതെ ആദ്യത്തെ പോലെയാകും. വിശപ്പത്തോടെ നിൽക്കുന്ന ദിയയെ ചേർത്ത് പിടിച്ച് അതും പറഞ്ഞ് അവളെയും കൊണ്ട് താഴേക്ക് പോയി. ധ്യാനത്തിമ്പോഴേക്ക് രാധ അവൾക്ക് യാത്ര പറയേണ്ടവരോടെല്ലാം യാത്ര പറഞ്ഞ് ബാഗെല്ലാം കാറിൽ വെച്ച് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ധ്യാൻ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ബാഗ് കാറിലേക്ക് വെച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നതും രാധ ബാക്ക് ഡോർ തുറക്കാൻ പോയതും ഡോർ ലോക്കാണെന്ന് കാണുന്നതും രാധ ധ്യാനെ പല്ല് കടിച്ച് നോക്കിയതും അവൻ കോട്ടയം സീറ്റ് തുറന്നു കൊടുത്തതും രാധ അമർഷം മടക്കി നിർത്തി അവിടെ കയറിയിരുന്ന ശക്തിയിൽ ഡോറ് വലിച്ചടിച്ചു. ഡേയ്, എന്നോടുള്ള ദേഷ്യം പിന്നെ വണ്ടിയോട് തീർക്കണ്ട. ധ്യാൻ പറഞ്ഞത് കേട്ടതും രാധവനെ നോക്കി പുച്ഛിക്കുകയല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. എല്ലാവരുടെയും ധ്യാൻ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് കാറ് മുന്നോട്ടെടുത്തതും രാധ ബാഗിൽ നിന്നും എയർപോർട്ട് എടുത്ത് ഫോണിൽ കണക്ട് ചെയ്ത് ചെവിയിൽ വെച്ച് സീറ്റിൽ ചാരി കണ്ണടച്ച് കിടന്നതും ധ്യാൻ അവളെ നോക്കി നിശ്വസിച്ച് ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു. സൺഡേ സൂപ്പർ മാർക്കറ്റിൽ തിരക്കായത് കൊണ്ട് ഐസക്കിന് വയ്യാത്തത് കൊണ്ടും ഡേവിയായിരുന്നു അന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത്. ഡാനിക്കും കുഞ്ഞുട്ടും എക്സാം ആയതുകൊണ്ട് അവരെ കൊണ്ടുപോയിരുന്നില്ല. ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ ഡേവി കാണുന്നത് ഉമ്മറത്തെ തൂണിന്റെ പിറകിൽ നിന്ന് മാവേശ സിനിമയിലെ രംഗാറിയിൽ ചെയ്യുന്ന മിത്രയെയും കുഞ്ഞുട്ടിനെയാണ്. ഡാനിയാണ് വീഡിയോ ഷൂട്ട് എടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് അത്യാവശ്യം ഫോളോസൊക്കെ ഉണ്ട്. അകത്ത് കയറി വരുന്ന ഡെവിയെ കാണുന്ന കുഞ്ഞുട്ടൻ വേഗം അകത്തേക്ക് ഓടിയതും കുഞ്ഞുട്ടിന്റെ ഓട്ടം കണ്ട് തിരിഞ്ഞു നോക്കിയ ഡാനി ദേഷ്യത്തിൽ കയറി വരുന്നവനെ കണ്ടതും ഫോണും പോക്കിലിട്ട് കുഞ്ഞുട്ടിനേക്കാൾ വേഗത്തിൽ ഉള്ളിലേക്ക് ഓടിപ്പോയതും മിത്ര അവർ പോയ വഴിയെ നോക്കി പല്ല് കഴിച്ച് തൂണ്ടും മറവിലേക്ക് പതിഞ്ഞു നിന്നതും ഡെവി മിത്രയുടെ ചെവിക്ക് പിടിച്ച് അവൾ തന്നെ മുന്നിലേക്ക് നിർത്തി.